ഞാനൊരു ദിവസം എൻ്റെ സുഹൃത്തിന്റെ വീട്ടിൽ ഭക്ഷണം എല്ലാം കഴിച്ചിരിക്കുന്ന സമയത്ത് ജസ്റ്റ് കാഷ്വൽ ടോക്കിൽ കുട്ടികളെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം സുഹൃത്ത് വിളിക്കുമ്പോഴേ അറിയുന്നത് എൻ്റെ തൊണ്ടയിൽ കോപ്പിക്കോ എന്ന് പറയുന്ന ചെറിയൊരു മിഠായി ഇല്ലേ, അത് തൊണ്ടയിൽ കുടുങ്ങിയിട്ട് കുട്ടിക്ക് ശ്വാസം കിട്ടാതെ പെടഞ്ഞു. ആ മൊമെന്റിൽ ഞാൻ അന്ന് നോർമലി സംസാരിച്ച് വെച്ചൊരു സംഭവം കൊണ്ട് അവൻ അതേപോലെ ചെയ്തിട്ട് കുട്ടിനെ റിക്കവർ ആക്കാൻ പറ്റി. ഇത് എല്ലാവരും പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഏത് മൊമെന്റിൽ കുട്ടികൾ, ചെറിയ ആൾക്കാർ, ഒരു പ്രായഭേദം ഇല്ലാതെ എന്ത് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും തൊണ്ടയിൽ കുടുങ്ങാം. അപ്പോൾ ഫസ്റ്റ് പഠിച്ചു വെക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഹെംലിച്ച് മെനുവർ എന്ന് പറയാം. നമ്മൾ കൈ ഇങ്ങനെ സർക്കിൾ ചെയ്ത് വെച്ചിട്ട് ഈ കൈയിന്റെ മുഷ്ടിയിലേക്ക് മറ്റു ഭാഗത്തേക്ക് ഗ്രിപ്പ് ചെയ്തിട്ട്, അതായത് ഈ ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ബാക്കിലേക്ക് ഇങ്ങനെ ഉയർത്തുക വേണ്ടത്. ആ ഒരു പ്രഷറിന്റെ സമയത്ത് നമ്മൾ ഉള്ളിലുണ്ടാക്കുന്ന പ്രഷർ കൊണ്ട് ആ ഭക്ഷണ സാധനം പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് ഇങ്ങനെ ഉയർത്തുകയാണ് വേണ്ടത്. അപ്പൊ ചെറിയ കുട്ടികളാണെങ്കിൽ, 1 വയസ്സ് താഴെയുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ കയ്യിലേക്ക് ഇങ്ങനെ കമഴ്ത്തി കിടത്തുക. എന്നിട്ട് പുറം ഭാഗത്ത് ഈ ഷോൾഡറിന്റെ ഇടയിലുള്ള സ്ഥലത്തേക്ക് നന്നായിട്ട് 5 തവണ ത്രസ്റ്റ് കൊടുക്കുക. മുകൾ ഭാഗത്തേക്ക്, ഇവിടുന്ന് ഡയറക്ഷൻ മുകളിലേക്ക് ആവുന്ന രീതിയിലേക്ക് ത്രസ്റ്റ് കൊടുക്കുക. അപ്പൊ തന്നെ ഇത് പുറത്തേക്ക്, ഫുഡ് പാർട്ടികൾ പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇൻ കേസ് വന്നില്ലെങ്കിൽ ആ കുട്ടികളെ നേരെ തിരിച്ച് കിടത്തിയിട്ട് ചെസ്റ്റിലേക്ക് 5 തവണ ത്രസ്റ്റ് കൊടുക്കുക. അങ്ങനത്തെ രീതിയിലാണ് പോകേണ്ടത്. എന്നിട്ട് അത് വീണ്ടും അതേപോലെ തന്നെ അതിൽ വന്നില്ലെങ്കിൽ തിരിച്ച് പുറം തട്ടി കൊടുക്കുക. ഇൻ കേസ് ബോധം മറഞ്ഞു കുട്ടി അൺകോൺഷ്യസ് ആയാലും CPR പോകേണ്ടി വരും.